നമ്മൾ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പഠിച്ചു. അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ രണ്ട് തരത്തിലുണ്ട്. പെർട്ടിക്കുലർ സൊല്യൂഷനും ഉണ്ട്, ജനറൽ സൊല്യൂഷനും ഉണ്ട്. ഇത് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കറിയാം. ജനറൽ സൊല്യൂഷൻ ആണെങ്കിൽ ദർ വിൽ ബി ആർബിട്രറി കോൺസ്റ്റൻസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും നമ്മൾ കണ്ടു. അതുപോലെ പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണെങ്കിലോ ഈ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. അതായത് ജനറൽ സൊല്യൂഷനിൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് ഫിക്സ് ചെയ്താൽ ആണ് നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നാൽ അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ നോക്കുക, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഫോം എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹൂസ് ജനറൽ സൊല്യൂഷൻ ഈസ് ഗിവൺ. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് അറിയില്ല. ഏതോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫോർ ദാറ്റ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. യു നോ ദാറ്റ് ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. എന്താണ് ഈ സർക്കിളിന്റെ പ്രത്യേകത? അതിന്റെ സെന്റർ ഒറിജിൻ ആണ്, അതിന്റെ റേഡിയസ് ആർ ആണ്. സോ ലെറ്റ് ദിസ് ബി അവർ ഇക്വേഷൻ 1. നിങ്ങൾക്കറിയാം ഈ ആറിന്റെ വാല്യൂസ് മാറ്റി മാറ്റി കൊടുത്താൽ നമുക്ക് ഒറിജിനിലെ സെന്ററും റേഡിയസ് വ്യത്യസ്തമായതുമായ സർക്കിൾസ് ആണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് ആർ ഈക്വൽ ടു 1, നമുക്ക് എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് എ സർക്കിൾ ഹാവിംഗ് റേഡിയസ് 1 ആൻഡ് സെന്റർ അറ്റ് ദ ഒറിജിൻ. സോ ഇങ്ങനെയാണ് ആ സർക്കിൾ ഉണ്ടാവുക അല്ലേ? നൗ ഇഫ് യു ടേക്ക് ആർ ഈക്വൽ ടു 2, വാട്ട് ഹാപ്പൻസ്? വി വിൽ ഗെറ്റ് എ സർക്കിൾ വിത്ത് റേഡിയസ് 2 സെന്റേർഡ് അറ്റ് ദ ഒറിജിൻ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സർക്കിൾസ് ആണ് നമുക്ക് ആറിന്റെ വാല്യൂസ് മാറ്റി മാറ്റി കൊടുത്താൽ കിട്ടാൻ പോകുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഇക്വേഷൻ 1 റെപ്രസെന്റ് ചെയ്യുന്നത് ഫാമിലി ഓഫ് സർക്കിൾസിനെയാണ്. എങ്ങനത്തെ ഫാമിലി ഓഫ് സർക്കിൾസ്? വിത്ത് സെന്റർ അറ്റ് ദ ഒറിജിൻ. ദിസ് റെപ്രസെന്റ്സ് ഫാമിലി ഓഫ് സർക്കിൾസ് സെന്റേർഡ് അറ്റ് ദ ഒറിജിൻ. ഇനി നോക്കുക, ഈ ഇക്വേഷനെ ഇതിൽ ഒരു പാരാമീറ്റർ ആണ് അല്ലെ, ആർ സ്ക്വയർ അല്ലെങ്കിൽ ആർ എന്നൊരു പാരാമീറ്റർ ആണ് ഇതിലുള്ളത്. ഇനി ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് വേണം? നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന ആ ഇക്വേഷനില് ഈ പാരാമീറ്റർ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പാരാമീറ്റർ ഒഴിവാക്കിയാൽ നമുക്ക് ഈ ഫാമിലി ഓഫ് സർക്കിൾസിനെ എല്ലാത്തിനെയും, അതായത് ഇതിലത്തെ ഓരോ മെമ്പേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വേഷൻ 1 നമ്മുടെ കയ്യിലുണ്ട്. ലെറ്റ് us differentiate this equation with respect to x. അപ്പൊ എന്താ കിട്ടുക? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y dy by dx, എക്സിന് പകരം y ആയതുകൊണ്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ക്ലിയർലി ഇവിടെ നമുക്ക് 2നെ ക്യാൻസൽ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. നിങ്ങൾ നോക്കൂ, ഈ ഇക്വേഷനില് പാരാമീറ്റർ ഇല്ല. ഈ ഇക്വേഷൻ ഇതിലത്തെ ഏതൊരു മെമ്പറിനെ എടുത്താലും അത് സാറ്റിസ്ഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും നമുക്ക് ഇതേ ഇക്വേഷൻ കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും നമുക്ക് ഇതേ ഇക്വേഷൻ കിട്ടും. അപ്പൊ അതായത് നമുക്ക് ഇപ്പൊ കിട്ടിയത് എന്താണ്? ഈ ഫാമിലി ഓഫ് സർക്കിൾസിനെ എല്ലാം ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഇതില് ഇക്വേഷൻ 1 ജനറൽ സൊല്യൂഷൻ ആയിട്ട് വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇക്വേഷൻ 2, അല്ലെങ്കിൽ ഇക്വേഷൻ 2ന്റെ ജനറൽ സൊല്യൂഷൻ ആണ് ഇക്വേഷൻ 1. പക്ഷെ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? നമുക്ക് ജനറൽ സൊല്യൂഷൻ ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ നിന്നും നമ്മൾ ഈ പാരാമീറ്ററിനെ ഒഴിവാക്കിക്കൊണ്ടാണ് എന്ത് കണ്ടുപിടിച്ചത്? കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. Okay, so what is the procedure? General solution le
ഈ ആർബിട്രറി കോൺസ്റ്റന്റിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന എന്താണ്? ജനറൽ സൊല്യൂഷൻ ആയിട്ടുള്ള ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ ഒരു പാരാമീറ്റർ ആയതുകൊണ്ടാണ് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഓക്കെ, now consider another example. Consider the line y equal to mx plus c. നമ്മൾ പഠിച്ചിട്ടുള്ളതാണിത്. y equal to mx plus c എന്ന ലൈനിന്റെ പ്രത്യേകത എന്താണ്? ഈ ലൈനിന്റെ സ്ലോപ്പ് m ആണ്, അതില് y ഇന്റർസെപ്റ്റ് c ആണ്. ഇനി നിങ്ങൾക്കറിയാം ഇവിടെ രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്, m ഉണ്ട് c ഉണ്ട്. ഈ m നും c ക്കും ഫോർ എക്സാമ്പിൾ m ഈക്വൽ ടു 1 എന്ന് വിചാരിച്ചോളൂ and c equal to 0. What is the equation? y equal to x now. അല്ലെ, നിങ്ങൾക്കറിയാം y equal to x എന്ന ലൈൻ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. ഇതാണ് y equal to x. ഇനി m equal to 1, c equal to 1 ആണെങ്കിലോ the equation is y equal to x plus 1 now. y equal to x ഇതാണെങ്കിൽ y equal to x plus 1 കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിനെ ഒരു യൂണിറ്റ് മേലോട്ട് നീക്കിയാൽ മതി. ഒക്കെ നമ്മൾ ലാബിൽ കണ്ടതാണ്. So this is the line y equal to x plus 1. ഇനി m equal to minus 1 ഉം c equal to 0 ആയാൽ എന്താണ്ടാവുക? y equal to minus x ആവും. So this is the line y equal to minus x. ചുരുക്കം പറഞ്ഞാൽ m ന്റെ c യുടെ വാല്യൂസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റിയൽ നമ്പേഴ്സ് ഏത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ എന്താ കിട്ടുക? We will get a family of lines. അല്ലെ, അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ലൈൻസിന്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് എന്ത്? y equal to mx plus c. This represents family of lines having slope m and y-intercept c. നമ്മുടെ എയിം ഈ ഫാമിലി റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനെയും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഈ ഇക്വേഷനെ, ഞാൻ അതിനെ ഇക്വേഷൻ 3 എന്ന് വിളിക്കുകയാണ്. ഇക്വേഷൻ 3നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം. സോ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? dy by dx equal to mx ന്റെ ഡെറിവേറ്റീവ് x പ്ലസ് mx ന്റെ ഡെറിവേറ്റീവ് എന്താ? dy by dx equal to m ആയി അല്ലേ. ഇനി c കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0. Now if we differentiate once again this equation, നമുക്ക് എന്താ കിട്ടുക? d square y by dx square equal to 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഫാമിലിയിൽ പെട്ട എല്ലാ മെമ്പേഴ്സും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ y equal to mx plus c is the general solution of the differential equation d square y by dx square equal to 0. അപ്പൊ ഈ കേസിൽ നോക്കൂ, നമ്മൾ എങ്ങനെയാ ചെയ്തത്? ഈ ഫാമിലിയിൽ രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ അതിലെ പാരാമീറ്റേഴ്സ് എല്ലാം പോയി അല്ലെ. പാരാമീറ്റേഴ്സ് ഇല്ലാത്തൊരു ഇക്വേഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസറിന്റെ ഓർഡർ 1 ആണ്. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 2 ആണ്. What is the connection between this order and the parameter? ഈ ഇക്വേഷനിൽ ഒരു പാരാമീറ്റർ ആണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 1 ആണ്. രണ്ടാമത്തെ കേസിൽ നമുക്ക് y equal to mx plus c എന്ന് പറയുന്ന ഇക്വേഷനിൽ രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 2 ആണ്. അപ്പൊ ഇവിടെ ആൻസർ നമ്മുടെ തരുന്ന ജനറൽ സൊല്യൂഷനും അതിന്റെ കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷനും തമ്മിലുള്ള ബന്ധമുണ്ട്. എന്താണ് അത് തമ്മിലുള്ള ബന്ധം? ജനറൽ സൊല്യൂഷനിൽ എത്ര ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടോ അതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ ആയിട്ട് വരും. ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 1 ആണ്. രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 2 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ കണ്ടാൽ കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ജനറൽ സൊല്യൂഷൻ ഉണ്ടാവും, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷനും ഉണ്ടാവും. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്നും നമ്മൾ പാരാമീറ്ററിനെ ഒഴിവാക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആൻസർ കിട്ടുക. ഇവിടെ ഇക്വേഷൻ 3 y equal to mx plus c എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇതിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഈ ഇക്വേഷൻ ഉണ്ട്. അതിനെ രണ്ടാമത്തെ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ ഇക്വേഷൻ ഉണ്ട്. ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള എമ്മിനെയും സിനെയും ഒഴിവാക്കി. അങ്ങനെയാണ് നമുക്കിവിടെ ആൻസറിലെത്താൻ പറ്റുന്നത്. സോ ദിസ് ഇസ് ദ പ്രൊസീജിയർ
for finding general differential equation corresponding to the given general solution. Okay. ഇനി നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. Form the differential equation representing the family of curves y equal to mx where m is arbitrary constant. നമുക്കറിയാം m equal to 1 ആണെങ്കിൽ y equal to x. ഇതാണ് y equal to x. m equal to -1 ആണെങ്കിൽ y equal to -x. ചുരുക്കം പറഞ്ഞാൽ എമ്മിന്റെ വാല്യൂസ് മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന കുറേ ലൈൻസ് കിട്ടും. ഇങ്ങനെ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഈ എല്ലാ ലൈൻസിന്റെയും കൂടെ കോമൺ ഇക്വേഷൻ ആണ് എന്ത്? y equal to mx. So y equal to mx represents family of curves. എങ്ങനത്തെ ഫാമിലി ഓഫ് ലൈൻസ് ആണ് അത് ആക്ച്വലി പാസിംഗ് ത്രൂ ദ ഒറിജിൻ. അപ്പൊ അതൊന്നും നമുക്ക് അറിയണമെന്നില്ല. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഫാമിലി ഓഫ് കർവ്സ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നേരത്തെ പോലെ നമുക്ക് നോക്കാം. y equal to mx എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ എത്ര ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട്? ഒരെണ്ണം, m മാത്രം അല്ലേ? സോ വി വിൽ ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ എന്താ കിട്ടുക? dy by dx equal to mx ന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് m. This is equation 2. Equation 1 തന്നിരിക്കുന്ന ജനറൽ സൊല്യൂഷൻ, അതിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ 2 കിട്ടി. ഇനി നോക്കൂ, നമ്മുടെ ജനറൽ സൊല്യൂഷനിൽ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്രയാണ്? ഓർഡർ 1 ആണ്. ഓർഡർ 1 ആണെന്ന് പറഞ്ഞാൽ അതില് ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 1ഉം 2ഉം ഉപയോഗിച്ചുകൊണ്ട് m എന്ന പാരാമീറ്ററിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇവിടെ ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം? നോക്കൂ, എമ്മിന്റെ വാല്യൂ dy by dx ആണ് എന്നാണ് ഇക്വേഷൻ 2-ലുള്ളത്. നമുക്ക് ഈ എമ്മിന്റെ വാല്യൂ ഇക്വേഷൻ 1-ൽ കൊടുത്തൂടെ? സോ യൂസിങ് ഇക്വേഷൻ 2, ഇക്വേഷൻ 1 ഇംപ്ലൈസ് എന്താ എഴുതാം നമുക്ക്? y is equal to m-ന് പകരം dy by dx into x എഴുതി. ഇനിയിപ്പോ ഈ ഇക്വേഷനിൽ നിങ്ങൾ നോക്കൂ, അതിൽ പാരാമീറ്റർ ഉണ്ടോ? ഇല്ല. നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനും അതിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയ ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് m-നെ എലിമിനേറ്റ് ചെയ്തു. സോ ദിസ് ഇസ് അവർ ആൻസർ. ഇതിനെ നമുക്ക് പല രീതിയിൽ എഴുതാം. y minus dy by dx into x equal to 0 എന്ന് എഴുതാം. അതുപോലെ y-നെ അപ്പുറത്തേക്ക് എടുത്തിട്ട് ഈക്വൽ ടു 0 ഫോമിൽ എഴുതാം. പല രീതിയിലും ഈ ഇക്വേഷൻ എഴുതാം. സോ ദിസ് ഇസ് അവർ ആൻസർ. അടുത്ത ചോദ്യം, ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റിംഗ് ദ ഫാമിലി ഓഫ് കർവ്സ് y equal to a sin x plus b where a and b are arbitrary constants. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്രയാണ്? ഓർഡർ ഈസ് 2 ആയിരിക്കും. ഓർഡർ 2 ആവണമെങ്കിൽ നമ്മൾ എത്ര വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യണം? വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് 2 ടൈംസ്. ആ ആൻസറിൽ d² y by dx² ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ആൻസറിന്റെ ഓർഡർ 2 ആവുക അല്ലെ? സോ നമുക്ക് നോക്കാം. y equal to a sin x plus b, that is the given general solution. നമുക്ക് അതിനെ ഇക്വേഷൻ 1 ആക്കിയിട്ട് എടുക്കാം. Now let us differentiate this first time. അതായത് dy by dx. dy by dx നെ നമുക്ക് y dash എന്ന് എഴുതാം. ഏത് റിട്ടേഷൻ ആണോ എളുപ്പം അങ്ങനെ യൂസ് ചെയ്യാം. So what is dy by dx or y dash? a constant, sin x plus b യുടെ ഡെറിവേറ്റീവ് that is cos x plus b. Let this be equation 2. ഇനി ഇവിടെ നമുക്ക് എയും ബിയും മാറി കിട്ടിയിട്ടൊന്നുമില്ല അല്ലെ? ഇനി ഓർഡർ 2 ആവുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇതിനെ ഒരു തവണ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. So let us find y double dash, which is the same as d² y by dx². What is the expression? a constant, cos x plus b യുടെ ഡെറിവേറ്റീവ്. What is that? Minus sin x plus b. Or we can write this expression as minus a sin x plus b. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ എക്സ്പ്രഷൻ. ഇനി നിങ്ങൾ നോക്കൂ, മൈനസ് എ സൈൻ എക്സ് പ്ലസ് ബി, അതിൽ മൈനസ് മാറ്റി നിർത്തിയാൽ ബാക്കി എന്താ? എ സൈൻ എക്സ് പ്ലസ് ബി. ഫ്രം ഇക്വേഷൻ 1, what is a sin x plus b? It is equal to y. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? y double dash is equal to minus y. എവിടുന്നാണ് അത് കിട്ടിയത്?
from equation 1. ഇനി ഈ ഇക്വേഷനിൽ നോക്കൂ, ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടോ? എയും ഇല്ല ബിയും ഇല്ല. സോ ദിസ് ഇക്വേഷൻ ഈസ് ഫ്രീ ഫ്രം ദ ആർബിട്രറി കോൺസ്റ്റന്റ്സ്. സോ ദിസ് ഇസ് അവർ ആൻസർ. ഇതിനെ നമുക്ക് പല രീതിയിൽ എഴുതാം. y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി y ഡബിൾ ഡാഷിന് പകരം എന്ത് എഴുതാം? d സ്ക്വയർ y ബൈ dx സ്ക്വയർ പ്ലസ് y ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഏത് ഫോമിൽ നമുക്ക് ആൻസർ കൊണ്ടുവരാം. So this is our answer and this is free from the two arbitrary constants a and b. എങ്ങനെയാണ് നമ്മൾ അതിനെ കളഞ്ഞ്? ഇത് തന്ന ഇക്വേഷൻ രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 2 ആയിരിക്കണം. അപ്പോൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു, രണ്ടാമത്തെ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഈ രണ്ടാമത്തെ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തതും മേലത്തെ നമ്മുടെ കയ്യിലുള്ള 1ഉം 2ഉം ഒക്കെ ഒത്തു നോക്കുക. എന്താണ് അവിടെ അപ്ലിക്കബിൾ? ഇവിടെ ഇപ്പൊ നമുക്ക് 1 അപ്ലൈ ചെയ്യാനാണ് പറ്റുന്നത്. സോ അപ്ലൈയിങ് 1 we will get an equation free from the arbitrary constants and that is our answer. Okay. Next question. Form the differential equation representing the family of curves y equal to e raised to x into a cos x plus b sin x, where a and b are arbitrary constants. So here we have two arbitrary constants. അതുകൊണ്ട് ആൻസർ ആയിട്ട് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 2 ആണ്. So we have to differentiate the given equation, that is y equal to e raised to x into a cos x plus b sin x 2 times. അപ്പോഴേ ഓർഡർ 2 ഉള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഓർഡർ 2 ഉള്ള ആൻസർ നമുക്ക് കിട്ടുള്ളൂ. സോ ആദ്യം നമുക്ക് ആ തന്ന ഇക്വേഷൻ അങ്ങ് എടുത്തെഴുതാം. y equal to e raised to x into a cos x plus b sin x. Let this be equation 1. Now differentiating first term, that is y dash is equal to ഇവിടെ e raised to x first function, a cos x plus b sin x is the second function. So we have to use product rule. So first function e raised to x into derivative of second function. അപ്പോൾ എന്താ കിട്ടുക? a into cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x പ്ലസ് b into sin x ന്റെ ഡെറിവേറ്റീവ് cos x. അപ്പോൾ എന്തേ ആയിട്ടുള്ളൂ? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡേ ആയിട്ടുള്ളൂ. പ്ലസ് second into derivative of first. What is that? a cos x plus b sin x. അതാണ് നമ്മുടെ second function. Into derivative of first, that is e raised to x itself. അല്ലേ? ഇനി നോക്കൂ, ഇതിൽ രണ്ടാമത്തെ ടേം a cos x plus b sin x into e raised to x. അതെന്ന് പറയുന്നത് ഇക്വേഷൻ 1 പ്രകാരം അത് y തന്നെയാണ്. അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. y dash is equal to e raised to x into ഇത് രണ്ടും കൂടെ ചേർത്ത് മൈനസ് a sin x പ്ലസ് b cos x പ്ലസ് this can be written as y. എവിടുന്നാ അത് കിട്ടിയത്? ഫ്രം ഇക്വേഷൻ 1. ഇക്വേഷൻ 1നെ ഇവിടെ അപ്ലൈ ചെയ്ത് ഈ പാർട്ടിന് പകരം നമ്മൾ y എഴുതി. നമ്മൾ ഓരോ സ്റ്റെപ്പിലും നോക്കേണ്ടത് അതാണ്. എയും ബിയും എത്രത്തോളം കളയാൻ പറ്റും അത്രയും കളഞ്ഞുകൊണ്ട് പോവാം. അതാണ് ഇവിടെ ചെയ്തത്. ഇനിയിപ്പോ നോക്കൂ, എയും ബിയും കംപ്ലീറ്റ് ഒഴിവായിട്ടില്ല. ഈ പാർട്ടിലും എയും ബിയും ഉണ്ട്. നമ്മൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഓർഡർ 2 അല്ലേ വേണ്ടത്. അതുകൊണ്ട് ഈ കിട്ടിയ ഇക്വേഷനെ നമുക്ക് ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ 2 ആയിട്ട് വെക്കാം. ഇനി ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 2 നമുക്ക് എന്താ കിട്ടുക? y ഡാഷിന്റെ ഡെറിവേറ്റീവ് y ഡബിൾ ഡാഷ് ഈക്വൽ ടു, ഇനി നമുക്ക് e raised to x into ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്? മൈനസ് a ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് b ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡേ ആയിട്ടുള്ളൂ ഇതിന്റെ ഡെറിവേറ്റീവിന്റെ ഫസ്റ്റ് ടേമിന്റെ പ്ലസ് അടുത്തത് സെക്കൻഡ് ഇൻറ്റു വാട്ട് ഈസ് സെക്കൻഡ്? സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് മൈനസ് a sin x പ്ലസ് b cos x. അതാണ് ഈ ടേമിലെ സെക്കൻഡ് ഫംഗ്ഷൻ. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ദാറ്റ് ഈസ് e raised to x. അപ്പൊ e raised to x ഇൻറ്റു ഇത്രയും ഇതിന്റെ ഡെറിവേറ്റീവ് മാത്രമാണ് എഴുതിയത്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇനി എന്തുണ്ട്? പ്ലസ് y ഉണ്ട് അല്ലെ? വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് y? ഇറ്റ് ഈസ് y ഡാഷ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എയും ബിയും ഫുൾ ആയിട്ട് കളയാൻ പറ്റുമോ നോക്കാം. സോ ദിസ് ഇംപ്ലൈസ് y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു, ഈ ടേം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിലൊരു മൈനസ് സൈൻ കോമൺ ആണല്ലോ ഇതിലും ഇതിലും അല്ലെ? സോ ലെറ്റ് us take മൈനസ് ഔട്ട്സൈഡ്. മൈനസ് e raised to x ഇൻറ്റു ബാക്കി എന്താ കിട്ടുക? a cos x പ്ലസ് b sin x.
ഈ മൈനസിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെഴുതി. പ്ലസ് ഇനി ഈ ടേം നോക്കാം. ഈ ടേം എന്താണ്? e raised to x into minus a sin x plus b cos x. e raised to x into minus a sin x plus b cos x. ഇക്വേഷൻ 2 നിന്നും ഈ ടേമിന് പകരം നമുക്ക് എന്താ എഴുതാൻ പറ്റുക? y dash minus y എന്ന് എഴുതാം. This term can be written as y dash minus y. So let us substitute here. ഈ ടേമിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? y dash minus y. എവിടുന്നാ കിട്ടിയത്? From equation 2 ആണ്. ഓക്കെ, ഇനി പ്ലസ് ഈ y ഡാഷിനെ അങ്ങനെ തന്നെ എഴുതും. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതാം ഫ്രം ഇക്വേഷൻ 2. ഇക്വേഷൻ 2 നിന്നും ഈ എക്സ്പ്രഷന് പകരം നമ്മൾ y ഡാഷ് മൈനസ് y എഴുതി. ഇനി ആകെ ബാക്കിയുള്ളത് ഇവിടെയാണ് എയും ബിയും ഉള്ളത്. ഈ മൈനസ് അവിടെ മാറ്റി വെച്ചു. ബാക്കി നോക്കൂ, e raised to x into a cos x plus b sin x. e raised to x into a cos x plus b sin x. From equation 1 we can write this expression as y minus ഇത്രയും പാർട്ട് y എഴുതാം അല്ലേ. സോ യൂസിങ് ഇക്വേഷൻ 1 y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു ഇതിന് ഈ മൈനസ് ഇറക്കി എഴുതി ഇത്രയും പാർട്ടിന് പകരം നമുക്ക് y എന്ന് എഴുതാം. പ്ലസ് ഇവിടെ എന്തൊക്കെയുണ്ട്? y ഡാഷ് മൈനസ് y പ്ലസ് y ഡാഷ്. ഈ സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിച്ചത് ഫ്രം ഇക്വേഷൻ 1 ആണ്. ഇവിടെ ഈ സ്റ്റെപ്പിൽ ഇക്വേഷൻ 1 ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ മൈനസ് y എന്നുള്ള ടേം കിട്ടിയത്. ഇപ്പൊ നോക്കൂ, ഈ കിട്ടിയ ആൻസറിൽ എയും ബിയും ഇല്ല. എയും ബിയും കംപ്ലീറ്റ് ഒഴിവായി. ഇനി നമുക്ക് ഇതിൽ ചേർക്കാൻ പറ്റുന്നതിനെ ഒന്ന് ചേർത്തെഴുതാം. അപ്പൊ ആ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടെ നോക്കാം. This implies y double dash is equal to minus y can be written as minus 2y plus y dash plus y dash plus 2y dash. This is our answer. ഇതിനെ പല രീതിയിൽ എഴുതാം. This can be also written as y double dash minus 2y dash ഇതിനെ ഇങ്ങോട്ട് എടുത്തു പ്ലസ് 2y equal to 0. ഇങ്ങനെ പല രീതിയിലും ആൻസർ എഴുതാം. ക്ലിയർ? ഇപ്പൊ ഈ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? തന്നിരിക്കുന്ന ജനറൽ സൊല്യൂഷനിൽ എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കാം. അത്രയും തവണ ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ തന്ന ഇക്വേഷൻ, ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത ഇക്വേഷൻ, രണ്ടാമത്തെ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത ഇക്വേഷൻ, ഇത്രയും നമ്മുടെ കയ്യിലുണ്ടാവും. ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇതിലത്തെ ആർബിട്രറി കോൺസ്റ്റൻസിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. അതാണ് നമ്മുടെ ആൻസർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ.